ഓക്കെ, ഒപ്പോണൻ്റ് വന്നിട്ടുണ്ട്. സിഗ്നൽ 1, 3 എന്നൊക്കെ കണ്ടിട്ട് ഞാൻ പ്രൊസീഡ് കൊടുത്തിട്ടുണ്ട്. എന്താണ് അവസ്ഥ അറിയില്ല ഗൈസ്. ഓക്കെ, ഒപ്പോണൻ്റ് എടാ 126 ഗൈസ്. ഒപ്പോണൻ്റ് കുറച്ച് പ്രോ ആണെന്ന് തോന്നുന്നു. ഡിവിഷൻ 1 126 റാങ്ക്ഡ് ഒപ്പോണ് ഗൈസ്. എൻ്റെ മോനെ. ഇപ്പോൾ ഒപ്പോണൻസ് കൂടി എൻ്റെ പള്ളി. ഇത് എന്തോന്നടേ ഇത്? വെറുതെ ആണ് 126 ഒക്കെ എത്തിയത്. എന്തോന്നടേ ഇത്? എംബാപ്പെ, പുതിയ എംബാപ്പെ, ഷെവചെങ്കോ, ഹോയിനസ്. കിട്ടിലം കാർഡ് ഗൈസ്, എല്ലാം കിട്ടിലം കാർഡാണ്. അപ്പോൾ നമ്മൾ മാച്ച് തുടങ്ങിയിട്ടുണ്ട്. യവിഗോ, എംബാപ്പെ. നമ്മൾ മാക്സിമം ബിൽഡപ്പൊക്കെ ചെയ്ത് ഇതിൻ്റെ പേര് എങ്ങനെ ജയിക്കുമെന്ന് അറിയില്ല, നോക്കാം. മൾഡിനി, ബെനസർ ടു റോഡ്. അയ്യോ, ഓക്കെ ബെനസർ എടുത്തിട്ടുണ്ട്. കമോൺ റുമി. ഓക്കെ, ബാക്ക് ടു റുമി. റുമി ടേൺ 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 ടേൺ. വിടുന്നില്ലടാ മക്കല്ലേ. ഓക്കെ, മെസ്സി, നൈസ്. കോസ്റ്റ, സ്നൈഡർ, റുമി, കമോൺ എംബാപ്പെ. പോയി എഡ്വേർഡ്, വിനസ്. ഓക്കെ, ബെനസർ എടുത്തിട്ടുണ്ട് നൈസ്. റുമി റണ്ണ്. ഓ നൈസ് റുമി. ഇതിങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പോകുന്നത് റുമി. സ്ക്രിപ്റ്റിംഗ് ആണോടെ? സ്നൈഡർ. ഓ നൈസ്. സ്നൈഡർ ടു റുമി. എടാ ഇതെന്ത് ചേട്ടാ പാസ് എങ്ങനെയാടാ അത് പോകുന്നത് തനിയെ? മനസ്സിലാവുന്നില്ല. ഇത് ഇടക്കിടക്ക് ഈ ഒരു മാതിരി ഗെയിം ഭ്രാന്ത് പിടിപ്പിക്കും എന്നെ. എംബാപ്പെ, യോയിനസ്. നൈസ് ഡിഫെൻഡിങ് ഫ്രം മൾഡിനി ഗൈസ്. ലെറ്റ്സ് ഗോ. എടാ അതൊക്കെ ഹെഡ് ചെയ്ത് കൊടുത്ത് തേങ്ങ. ഓ ഷെവചെങ്കോ. എടാ 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 എടാ. സ്നൈഡർ, മെസ്സി, നൈസ്. റുമി ടു സ്നൈഡർ അഗെയിൻ. ബാക്ക് ടു റുമി. റുമി പൊളി. സ്നൈഡർ ഫിനിഷ്. എടാ സേവടാ. തേങ്ങ. കിട്ടില്ല ചാൻസ് ആയിരുന്നു, ഇനി അത് കിട്ടില്ല. മെസ്സി, റുമി. എടാ ബെനസർ, സ്നൈഡർ, ബാക്ക് ടു ബെനസർ. ഓക്കെ, റോഡ്രി ടു മെസ്സി. കമോൺ എംബാപ്പെ, റുമി. എടാ ഡബിൾ ടച്ച് ഇടാൻ ഞാൻ റെഡി ആയിരുന്നു. എൻ്റെ ഫിംഗറൊക്കെ ഇങ്ങനെ വിറക്കുന്നുണ്ടായിരുന്നു ഡബിൾ ടച്ച് ഇടാൻ. ഭ്രാന്ത്. പാസ് പോയില്ല. എല്ലിൻ്റെ ആവശ്യത്തിന് അങ്ങനെയാണ് ഗൈസ് പെട്ടെന്ന്. ഓക്കെ, ഡബിൾ ടച്ച് ആൻഡ് എംബാപ്പെ ഫിനിഷ്. ഫസ്റ്റത്തെ ചാൻസ് സ്നൈഡർ. എടാ ഇപ്പോൾ എംബാപ്പെ. എന്താണ് ഇത്? അവൻ്റെ ഗോളി എന്താണ് മരുന്നാ? അപ്പം 0-0 ആണ് ഫസ്റ്റ് ഹാഫിൽ തന്നെ. ഞാൻ നല്ലോണം കളിച്ചു. അവനൊരു സംഭവം ചെയ്യാൻ പറ്റിയില്ല ഫസ്റ്റ് ഹാഫിൽ. നമുക്ക് നോക്കാം സെക്കൻഡ് ഹാഫിൽ ഒരു ഗോൾ ഇടാൻ നോക്കാം. ഇനി കാർഡൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാ? എഡ്വേർഡ്. ഓ താങ്ക് യു മാൻ. എംബാപ്പെ. ഞാൻ ഇപ്പോഴും ഡിഫെൻസിലാണ് ഉള്ളത്. മാറ്റണം, എനിക്ക് ടൈം കിട്ടുന്നില്ലല്ലോ. പിന്നെ ഈ വിരൽ കൊണ്ട് വെച്ച് മാറ്റേണ്ടി വരും. എംബാപ്പെ നൈസ്. എടാ ഓക്കെ, എംബാപ്പെ എടുത്ത് റുമി. ഡബിൾ ടച്ച് ആൻഡ് ബൂം. യെസ് യെസ് ഗൈസ്. എടാ ഫസ്റ്റ് അത് എംബാപ്പയ്ക്ക് പകരം റുമി ആണെങ്കിൽ അല്ല, നേരത്തെ തന്നെ എംബാപ്പെ ഗോൾ ഇട്ടിട്ടുണ്ട്. റുമി ഗോൾ ഇട്ടിട്ടുണ്ടാവുമായിരുന്നു ഗൈസ്. എംബാപ്പയ്ക്ക് പകരം റുമി ആണെങ്കിൽ. എംബാപ്പെ ഇപ്പോൾ ഇടക്ക് ഡബിൾ ടച്ച് ഇട്ടൊരു ഗോൾ അടിക്കുന്നില്ല. ഓ നൈസ്. ടെർ സ്റ്റെഗൻ, ഷെവചെങ്കോ, എംബാപ്പെ. നൈസ്. എടാ പോയി. ഓ ഹോ സീൻ ഐസ്. നമ്മൾ ടെർ സ്റ്റെഗൻ സേവ് ചെയ്തറാ. നമുക്കെന്തിനും എപ്പിക് ഐസ്. ടെർ സ്റ്റെഗൻ പവർ. ഒരു എർഗോമി പോയി 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 കൈമന്ന് പോയി ഗൈസ്. എംബാപ്പെ. ഓക്കെ, മൾഡിനി. എടാ ഞാൻ കറക്റ്റ് മാർക്കിംഗ് ആയിരുന്നു, അല്ലെങ്കിൽ അത് തീരുമാനമായിരുന്നു. ഷെവചെങ്കോ, എംബാപ്പെ. ഡബിൾ ടച്ച്. ഫസ്റ്റ് ടൈം ഡബിൾ ടച്ച് കിട്ടിയാണ് ചിലപ്പോൾ അത് ഗോൾ വരുമായിരുന്നു. ലക്കല്ല, കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ കളി. എടാടാടാടാ യോൻ. എൻ്റെ മോനെ ഞാൻ പറിച്ചടാ. അതെങ്ങനെടാ പാസ്സൊക്കെ ഓഫ് സൈഡ് ആയിരുന്നാ? ഞാനും വിചാരിക്കുന്നു ഇത് എങ്ങനെടാ പാസ് പോയി. പാസ് ടു റുമി. ലാലൻഡ്, ചൗമിനി. പാസ് ടു കോസ്റ്റ. സോറി, ബെർഗോമി. സ്ലോ ആയിട്ട്. ചൗമിനി, ഹാലൻഡ്, ഓഡിഗാർഡ് പോയി. റുഡിഗർ. നൈസ്. ഓക്കെ പൊളി.
ഇപ്പോൾ എന്തായാലും നമ്മൾ ഫസ്റ്റ് കളി ജയിച്ചെന്ന് പറയുന്നത് നമ്മൾ ജയിച്ച് ഗൈസ് 1-0 വിൻ അഗെയിൻസ്റ്റ് 126 റാങ്ക്ഡ് ഓപ്പോ ഗൈസ്. സീന് റുമിൻ്റെ ഡബിൾ ടച്ച് ഗോള്, എംബാപ്പേൻ്റെ ഡബിൾ ടച്ച് അത് എങ്ങനെ അറിയില്ല, പ്രാന്തം സേവ് ചെയ്ത്. അതുപോലെ സ്നൈഡറിൻ്റെ കേള് അതൊരു മാതിരി സേവ് ആയിരുന്നടാ, ഓപ്പൺ ചാൻസ്. പിന്നെ അവൻ്റെ ഒരു ഡബിൾ ടച്ച് ഷൂട്ട് അതേ ഉണ്ടായുള്ളൂ. അവൻ വേറെ ഒന്നും ചെയ്തില്ല. നമ്മൾ തന്നെ കുറേ കളിച്ചത്, നമ്മൾ കുറച്ച് നല്ല രീതിയിൽ കളിച്ച്. അവനാകെ 3 ഷോട്ട് ചെയ്തതും 2 ഡിഫ്ലക്ഷനാണ്, ഒന്നും ഗോളിൻ്റെ അടുത്ത് പോയില്ല എന്ന് തോന്നുന്നു. ഇപ്പം 1-0 വിന്നാണ് ഗൈസ്. സീന് ഒരു രക്ഷയില്ലാത്ത കളിയായിരുന്നു, അങ്ങനെയൊന്നും പറയാനില്ല, നോർമൽ കളിയായിരുന്നു. അവൻ വലിയ കളിയൊന്നായിട്ട് എനിക്ക് തോന്നിയില്ല, റാങ്കിൻ്റെ അതിൻ്റെ വെച്ചിട്ടുള്ള ഒരു കളിയൊന്നും തോന്നുന്നില്ല. 27+ ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.